ഞാനിവിടെ ഗുരുദേവൻ രചിച്ച അനുകമ്പ ദശകം എന്ന ശ്ലോകത്തിന്റെ വ്യാഖ്യാനമാണ് പറയുന്നത്. ഇതില് ഭഗവാനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊരു ഭക്തകൃതിയല്ല, ഇതൊരു പ്രബോധനാത്മക കൃതിയാണ്. ജീവകാരുണ്യത്തിന്റെ ബാക്കിയായിട്ട് ഇതിനെ പറയാം. അനുകമ്പ, കാരുണ്യം ഇവയുടെ ആവശ്യകതയെ പറ്റിയാണ് ഈ കൃതിയിൽ പറഞ്ഞേക്കുന്നത്. ദശം അഥവാ 10 ശ്ലോകങ്ങളുടെ കൃതിയാണിത്. അനുകമ്പ ദശകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമേൽ വിട്ടകലാത ചിന്തയും. ഭഗവാൻ പ്രപഞ്ചത്തിലെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാവുന്ന ഏറ്റവും ഒരു ചെറിയ ജീവിയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഉറുമ്പിനെ പറ്റി. ആ ഉറുമ്പിന് പോലും യാതൊരു തരത്തിലുള്ള വേദനയും നൽകരുത്. ഉറുമ്പിനെ കൊല്ലരുതെന്നല്ല പറഞ്ഞേക്കണേ, അതിനൊരു വേദന പോലും കൊടുക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനുള്ള അനുകമ്പ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണേ ഭഗവാനെ, അതിനുവേണ്ടി നീ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണേ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പറയാം ഭഗവാൻ, നമ്മുടെ മനസ്സിൽ അനുകമ്പ ഉണ്ടാവണം. അനുകമ്പ ഉണ്ടെങ്കിലാണ് നമ്മുടെ മനസ്സിൽ സ്നേഹം വരുള്ളൂ. അനുകമ്പ അകന്നൊരു മനസ്സിൽ ഇരുട്ടാണ് ഉണ്ടാവുക. ഇരുട്ട് ദുഃഖത്തെ കൊണ്ടുവരും. അപ്പോൾ എന്താ, അനുകമ്പ ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും കാരുണ്യൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അരുള്, അൻപ്, അനുകമ്പ, ഇത് മൂന്നിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അരുളെന്ന് പറയുമ്പോൾ അറിവാണ്, അൻപ് എന്ന് പറയുന്നതിന് സ്നേഹമാണ്, അനുകമ്പ എന്ന് പറയുമ്പോൾ ഒരു ജീവി വേദനിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വേദനയാണ് അനുകമ്പ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നാണ് ഗുരു പറയുന്നത്. അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു നവാക്ഷരി മന്ത്രം എഴുതിയിട്ടുണ്ട്. അരുളുള്ളവരാണ് ജീവി. ഈ നവാക്ഷരി മന്ത്രം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കണം. പിന്നെ പറയാണ്, നമ്മളെ ജീവിതത്തിൽ അരുളില്ലെങ്കിൽ, അതായത് അറിവില്ലെങ്കിൽ എന്താ, നമ്മുടെ ജീവിതം അസ്ഥിതോൽ സ്ഥിര, അസ്ഥിയും തോലും ഞരമ്പും മാത്രമുള്ള ഒരു ശവം മാത്രമായിരിക്കും. ഭഗവാൻ ഇതിനെ മരുഭൂമിയിലൂടെ ഒഴുകുന്ന വെള്ളത്തെ പോലെയും ഫലവും ഗന്ധവും ഇല്ലാത്ത ഒരു പുഷ്പത്തെ പോലെയാണ് ഉപമിച്ചേക്കുന്നത്. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട് 6 തരം വികാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നത്. വികാരം എന്ന് പറയുന്നത് മാറ്റമാണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെയാണ്. അതായത് ജന്മം, അസ്ഥി, പിന്നെ വൃത്തി, പരിണതി, അപക്ഷയം, ഈ 6 നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ. ഈ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള അറിവിന് മാറ്റം ഉണ്ടാവുന്നില്ല. അറിവ് അങ്ങനെ തന്നെ നിൽക്കും. ഇവിടെ അറിവിന് അർത്ഥത്തിനൊരു മാറ്റമുണ്ട്. അറിവെന്ന് പറയുമ്പോൾ ആത്മാവെന്ന് കൂടെ ഉണ്ട്. അപ്പോൾ ആത്മാവിന് മാറ്റം ഉണ്ടാവില്ല. ഭഗവാൻ ഗദ്യ പ്രാർത്ഥനയെ പറഞ്ഞിട്ടുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്ന മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇനി ഭഗവാൻ കുറച്ച് പേരെ പറ്റിയാ പറയണേ. ഇതിൽ ആരാ അനുകമ്പയുള്ളവൻ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. അതിൽ പറയാണ്, പരമാർത്ഥം ഉരച്ചു തേർവിടും എന്ന് പറയുന്നുണ്ട്. അതായത് പരമമായ പൊരുളിനെ പറഞ്ഞു കൊടുത്തിട്ട്, ആർക്കാ പറഞ്ഞത്, അർജുനന് പറഞ്ഞു കൊടുത്തിട്ട് തേര് വലിച്ചത് ആരാണ്? അത് ശ്രീകൃഷ്ണനാണ്. പിന്നെ കാരുണ്യത്തിന്റെ സാഗരം എന്ന് പറയുമ്പോൾ ബുദ്ധദേവന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, അദ്വൈത സിദ്ധാന്തം ഏറ്റവും ലളിതമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന ശ്രീ ശങ്കരാചാര്യനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പൊ ഇവരിൽ ആരാണ് ഏറ്റവും അനുകമ്പയാണ്ടവെന്ന് ഗുരു ചോദിക്കുകയാണ്. പിന്നെ പുരുഷാകൃതി പൂണ്ട ദൈവം എന്ന് ഗുരു പറയുന്നത് നരനാരായണന്മാരെ പറ്റിയാണ്. ഈ നരനാരായണന്മാരാണ് അവരുടെ പിൻജന്മത്തില് കൃഷ്ണനും അർജുനനുമായി ജന്മമെടുത്തത്. ഈ നരനാരായണന്മാര് ഒരു രാക്ഷസനെ വധിച്ചിരുന്നു. സഹസ്രകവചൻ എന്ന് പറഞ്ഞ രാക്ഷസനായിരുന്നു അത്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പിൻജന്മത്തിൽ കർണനായിട്ട് അവതരിച്ചത്. അപ്പൊ ഈ പുരുഷാകൃതി പൂണ്ട ദൈവം നരനാരായണന്മാരും, പിന്നെ നരദിവ്യാകൃതി പൂണ്ട ധർമ്മം, അത് നമ്മുടെ ധർമ്മപുത്രനായ രാമനാണ്. പിന്നെ പറയുന്നുണ്ട് പരമേശ പവിത്രപുത്രൻ, അത്
അത് ദൈവത്തിന്റെ പുത്രൻ, ദൈവപുത്രൻ ആരാണ്? യേശു ക്രിസ്തു ആണ്. പിന്നെ നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബിയെ പറ്റിയും ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഈ ഒരു ഭാഗം ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീടുള്ള തമിഴിലെ കുറച്ച് ശൈവ കവികളെ പറ്റി പറയുന്നുണ്ട്. അതിലും ആദ്യം പറയുന്നതാണ് തിരുജ്ഞാന സമ്പന്നര്. ഈ തിരുജ്ഞാന സമ്പന്നര് ജ്വരം മാറ്റി വിഭൂതി കൊണ്ടുവന്നാണ് പറയുന്നത്. അതായത് ഭസ്മം കൊണ്ട് ഒരു കുബ്ജപാട്ടൻ എന്ന് പറഞ്ഞ മഹാരാജാവ് ഉണ്ടായിരുന്നു. ഈ മഹാരാജാവിന് ഒരു പനി വന്നു വെച്ച് ഈ മഹാരാജാവ് ജൈനമതം സ്വീകരിച്ചു. ജൈനമതത്തിലോട്ട് പോയപ്പോ ഇദ്ദേഹത്തിന് ഒരു പനി വന്നു. ഈ തിരുജ്ഞാന സമ്പന്നര് ഭസ്മം തൊട്ട് നമ്മുടെ ശിവപഞ്ചാക്ഷരി മന്ത്രമൊക്കെ പറഞ്ഞ് ഭസ്മം തൊട്ടപ്പോ ഈ പനി മാറി എന്നാണ് പറയുന്നത്. അതുപോലെ വേറൊരാളാണ് അപ്പർ. ഈ അപ്പർ എന്താന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ഒരു വയറുവേദന വന്നപ്പോ ശിവനെ പ്രാർത്ഥിച്ചു, ഈ വയറുവേദന മാറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരാളാണ് മാണിക്യവാസകര്. ഈ മാണിക്യവാസകര് ഒരു വേദം എഴുതിയിട്ടുണ്ട്. അതാണ് മുറ എന്ന് പറയുന്നത് വേദമാണ്. ഹരനെഴുതി പ്രസിദ്ധമാ മുറ എന്നോദിയ മാമുനീന്ദ്രനോ, അതാ മുറ എന്ന് പറയുമ്പോൾ വേദമാണ് പറയുന്നത്. ആ തിരുജ്ഞാന സമ്പന്നന എഴുതിയ ആ വേദമാണ് തിരുവാചകൻ. ഈ തിരുവാചകം എന്ന വേദം ഈ നമ്മുടെ മാണിക്യവാസകർക്ക് എഴുതി കൊടുത്തത് ശിവൻ നേരിട്ട് ഒരു മുതിർന്ന ബ്രാഹ്മണന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന ഒരാളാണ് സുന്ദരമൂർത്തി. ഈ സുന്ദരമൂർത്തി മരിക്കാതെ തന്നെ സ്വർഗത്തിലോട്ട് പോയ ഒരാളാണ്. അതെന്ന് വെച്ചാൽ സുന്ദരമൂർത്തി ഭയങ്കര ശിവഭക്തനായിരുന്നു. അപ്പൊ സുന്ദരമൂർത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ചപ്പോ നമ്മുടെ ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതത്തെ ശിവഭഗവാൻ ഭൂമിയിലേക്ക് അയക്കുകയും ഈ സുന്ദരമൂർത്തി ഈ ഐരാവതത്തിൽ കയറി ശിവലോകം പോകി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയും പേരെ പറ്റി ഭഗവാൻ പറയേണ്ടത്. ഇതിലൊക്കെ ആരാണ് അനുകമ്പയാണ്ടവൻ എന്ന് ഗുരു ചോദിക്കാണ്. ഇവരെല്ലാം അനുകമ്പ ഉള്ളവരാണെന്ന് ഗുരു എവിടെയും പറയുന്നില്ല. ഗുരു അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് നിർത്തുന്നത്. പിന്നെ ഗുരു പറയാണ്, നരരൂപമെടുത്ത കാമധേനുവാണോ നമ്മുടെ അനുകമ്പയുള്ളവൻ? അതല്ലാതെ ഒരു വൃക്ഷമുണ്ട്, ഒരു ദേവതരു ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷമാണോ? അത് ചോദിക്കുന്നതെല്ലാം തരുന്നോ? നമ്മുടെ ആഗ്രഹത്തിലെല്ലാം സാധിച്ചിരുന്ന ആ വൃക്ഷമാണോ? അതോ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട കാമധേനുവാണോ അനുകമ്പയുള്ളവൻ എന്നും കൂടി ഗുരു ചോദിക്കുകയാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഗുരു ഒരു കാര്യം പറയാം. ഈ അനുകമ്പ ദശകത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്. മറ്റുള്ള കൃതികളിൽ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും അനുകമ്പ ദശകത്തിനൊരു ഫലശ്രുതിയുണ്ട്. നമ്മളിങ്ങനെ ഉപന്യാസം എഴുതുമ്പോൾ ലാസ്റ്റ് ഒരു സംഗ്രഹം പോലെ എഴുതില്ലേ, അതുപോലെ അതിന് ഗുരു പറയണത് ഇത്രയേ ഉള്ളൂ. വേദങ്ങൾ പറയുന്ന തത്വവും നമ്മുടെ മുനിമാരും ഗുരുക്കന്മാരും പറയുന്ന സാരവും ഒന്ന് തന്നെയാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് എന്താ? സ്നേഹവും അനുകമ്പയും മാത്രമാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരം എന്നാണ്. നന്ദി.